സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ധനവകുപ്പ്. ചെലവ് കൂട്ടരുതെന്ന് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ലാഭകരമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കണമെന്നും ആവശ്യമെങ്കിൽ ജീവനക്കാരെ പുനർവിന്യസിക്കണമെന്നും ധനവകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. അടുത്ത വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള സർക്കുലറിലാണ് നിർദ്ദേശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകുക. പ്രജിത്ത്, ഈ അതിശക്തമായ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അധികാരത്തിലിരുന്ന എല്ലാ സർക്കാരുകളും അതിൻ്റെ ഉത്തരവാദികളാണ്. ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഈ പുതിയ സർക്കുലറിൽ മറ്റ് വകുപ്പുകൾക്ക് ധനവകുപ്പ് നൽകുന്ന നിർദ്ദേശം എന്തൊക്കെയാണ്? എത്രത്തോളം രൂക്ഷമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം? ഗൗതം, ഈ കേരളം എന്നുള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പ് നിരക്ക് നേരിടുന്ന, രാജ്യത്ത് ഏറ്റവും കൂടുതൽ അവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റം നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ കേരളം മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളും വളരെയധികം മുന്നിലാണെന്നുള്ളതും ദേശീയ ആവറേജിനേക്കാൾ വളരെ ഗുരുതരമായിട്ടുള്ള, ദേശീയ ആവറേജ് ഒന്നിൽ താഴെ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള വിലക്കയറ്റമടക്കം നേരിടുന്നത്. പക്ഷേ അപ്പോഴും ഒരു സംസ്ഥാനത്ത് ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ഈ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് നിലവിലുള്ള സാമ്പത്തിക രീതികൾ തങ്ങൾ മാറ്റിമറിക്കും, പുതിയ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത്, അതിന് മുൻപായി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അന്നത്തെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനെയും ഒക്കെ വിമർശിച്ചത് ഈ സംസ്ഥാനം കടമെടുത്തു കൂട്ടുന്നു, കോടികൾ കടമെടുത്ത് സംസ്ഥാനത്തെ വലിയ കടക്കണിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ 2.5 മാസത്തിനിടെ അധികാരത്തിലെത്തിയ ശേഷം വെറും 2.5 മാസത്തിനിടെ ഏതാണ്ട് 10,000 കോടിയോളം കടമെടുത്തൊരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് അടുത്ത ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായി പുറപ്പെടുവിച്ച സർക്കുലറിൽ കർശനമായ സാമ്പത്തിക നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം നൽകുന്നതും സംസ്ഥാനം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും തങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള തുറന്നു പറച്ചിലും സംസ്ഥാന സർക്കാർ ധനവകുപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിൽ ഈ സർക്കുലറിൽ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ എന്നുള്ളത്, ഒന്ന്, പുതിയ പദ്ധതികൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അനുമതി നേടാതെയുള്ള ഒരു പദ്ധതികളും വേണ്ട എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള പദ്ധതികളിൽ ലാഭകരമല്ലാത്തത് ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇങ്ങനെയുള്ള പദ്ധതികളിൽ ജീവനക്കാരെയോ താൽക്കാലികക്കാരെയോ ഒക്കെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുനർവിന്യസിക്കണം എന്നുള്ള നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് വലിയ സാമ്പത്തിക മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ ഒരു സർക്കാരിന് ഏതെങ്കിലും രീതിയിലുള്ള നയമാറ്റമോ പരിഷ്കരണമോ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പഴയ സർക്കാരിൻ്റെ രീതിയിൽ തന്നെ തുടർന്നു പോകുകയും ആ സർക്കാർ എങ്ങനെയാണോ വകുപ്പുകളെ ശ്വാസം മുട്ടിച്ചത്, സമാനമായ രീതിയിലുള്ള ശ്വാസം മുട്ടിക്കലുകൾക്ക് പുതിയ സർക്കാരും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ നടപ്പ് സാമ്പത്തിക രീതികളിൽ നിന്നുള്ള ഒരു മാറ്റവും കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഗുരുതരമായ അലംഭാവം അത് ധനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇവിടെ മറ്റൊരു പ്രസക്തമായ ചോദ്യം ഉയരുന്നത്, സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇത്രയധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭരണ വീഴ്ച ഈ വകുപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംശയം ഇപ്പോൾ ധനകാര്യ വിദഗ്ധരടക്കം ഉന്നയിക്കുന്നു. സംസ്ഥാനത്തിന് സ്വതന്ത്രമായ ഒരു ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി വേണം എന്നുള്ള ആവശ്യവും ശക്തമായി വരുന്നുണ്ട്. ഗൗതം, ഓക്കെ. എന്തായാലും കേരളത്തിൽ അതിശക്തമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ധനവകുപ്പ് തന്നെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് മറ്റു വകുപ്പുകളെ. വിജയിക്കാൻ സാധ്യതയില്ലാത്ത എല്ലാ പദ്ധതികളും ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഈ സർക്കുലറിനകത്ത് പറയുന്നുണ്ട്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.